അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചു പോയ ദിവസമാണ് റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളിലൂടെ. ആ റബീഉൽ അവ്വൽ മാസം ഇങ്ങ് കടന്നു വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് കലശലായ രോഗം വരുന്നത്, പനി വരുന്നത്. അവിടുന്ന് റസൂൽ തന്നെ പറഞ്ഞില്ല, ഇന്നീ ലഅവകു കമാ യുവകു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് പ്രയാസപ്പെടുന്ന പോലെ ഇന്നെനിക്ക് വേദനയുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂലിനെ പള്ളിയിലേക്ക് പോലും പോകാൻ കഴിയാത്ത രീതികളിലൂടെ കഠിനമായ രോഗം വന്നു പോകുകയാണ്. അവിടുന്ന് റസൂൽ തന്നെ പറഞ്ഞില്ലേ, എനിക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മിഹ്റാബിലോ ഇമാമ നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിയുന്നില്ല. അവിടെ ആയിഷ ബീവി എന്ന് നബിയോട് പറഞ്ഞില്ല, നബിയേ അങ്ങില്ലാത്ത മിഹ്റാബിൽ എന്റെ വാപ്പാക്ക് ഇമാമ നിൽക്കാൻ കഴിയില്ല, അദ്ദേഹം എങ്ങാനും ഖുർആൻ ഓതി പോയാൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ കൊണ്ട് മഅ്മൂമിന് ഖിറാഅത്ത് കേൾക്കാൻ കഴിയില്ല എന്ന് ആയിഷ ബീവി പ്രവാചകരോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ല, ആയിഷ എനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് കർട്ടൻ മാറ്റി നോക്കുകയാണ്. റസൂലിന് പോകാൻ കഴിയുന്നില്ല. അവിടുന്ന് വഫാത്താകുന്നതിന്റെ വെറും 5 ദിവസം മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അൻസാറുകളിൽപ്പെട്ട 2 സ്വഹാബാക്കള് അവർ ഇരുന്ന് കരയുകയാണ്. അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ വന്നിട്ടോ ആ റസൂലുള്ളാഹിന്റെ ക്ലാസ് കേട്ടിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് വിഷയം പറയുകയാണ്. സ്വഹാബത്തെ സങ്കടത്തിലാണ് നബിയേ, അള്ളാഹുവിന്റെ പ്രവാചകന് രോഗത്തിനൊരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ മുതിരുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ എണീക്കുന്നതോടുകൂടെ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ബോധരഹിതനായി റസൂലുള്ള താഴെ വീഴുകയാണ്. അവിടുന്ന് അല്പനേരം കഴിഞ്ഞ് ബോധം വന്ന റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ആയിഷ അവര് നിസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ റസൂലുള്ള പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് പോകാൻ കഴിയുന്നില്ല. ബോധരഹിതനായി റസൂലുള്ള താഴെ വീഴുകയാണ്. വീണ്ടും അവിടുന്ന് പ്രവാചകൻ ചോദിക്കുന്നു, ആയിഷ അവര് നിസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ പലതവണ ബോധരഹിതനായി താഴെ വീണ പ്രവാചകൻ അവസാനം ഇതാ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അങ്ങ് മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ സ്വഹാബാക്കൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് പൊന്തിക്കാൻ കഴിയാതെ അവിടുന്ന് പ്രവാചകന്റെ കാല് വലിച്ചു കൊണ്ടുപോയ സ്ഥാനങ്ങളിലൂടെ 2 കനാലുകൾ അവിടെ കാണാമായിരുന്നു എന്ന് സ്വഹാബാക്കൾ രേഖപ്പെടുത്തുമ്പോ എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ ഒരുങ്ങിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വരുന്നത് കണ്ടപ്പോ ഒരൽപ്പം പുറകോട്ടായി മാറാനായി ഒരുങ്ങുന്നു. പക്ഷേ റസൂലുള്ള കൈകൊണ്ട് കാണിക്കുന്നു, അവിടെ തന്നെ നിന്നോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടതുഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുകയാ. റസൂലുള്ള ഇരുന്നു കൊണ്ട് നിസ്കരിക്കാട്. അതിനെ പിന്തുടർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തെ പിൻപറ്റി സ്വഹാബത്ത് മുഴുവനും പിൻപറ്റി നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലവേദനയുടെ കാഠിന്യത്താൽ നെറ്റിയിൽ ഒരു തുണി നനച്ച് കെട്ടിവെച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിന് വേണ്ടി ക്ലാസ് കൊടുക്കുകയാണ്. അവിടുന്ന് സ്വഹാബാക്കളോട് ക്ലാസ് കൊടുക്കുമ്പോ, അല്ലയോ സ്വഹാബത്ത്, നിങ്ങൾ അറിയുമോ സ്വഹാബാക്കളെ,
അള്ളാന്റെ പ്രവാചകന്റെ ക്ലാസ് തുടങ്ങേണ്ട താമസം ഇതാ. സ്വഹാബാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കാണ്. അടുത്ത ഭരണാധികാരി അബൂബക്കറാണെന്നുള്ള സൂചനകൾ കൊടുക്കുകയാണ്. വീണ്ടും അവിടെ നിന്ന് പ്രവാചകൻ പറയുകയാണ്, ജൂത ക്രിസ്ത്യാനികൾ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. കാരണം എന്താ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു തആല ശപിച്ചു. കാരണം എന്ത്? അവരുടെ നബിമാരുടെ ഖബറുകള് അവർ സുജൂദിന്റെ കേന്ദ്രമാക്കി പോയി. എന്റെ പ്രിയമുള്ളവരെ, ഔലിയാക്കളുടെ എന്നല്ല, മഹാന്മാരുടെ എന്നല്ല, നേതാക്കന്മാരുടെ എന്നല്ല, സൂഫി വര്യന്മാരുടെ എന്നല്ല, നബിമാരുടെ ഖബറുകളെ പോലും സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റിയവരാണ്. അള്ളാന്റെ റസൂൽ പറയാണ്, വീണ്ടും സ്വഹാബത്തിനോട് പല ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തില് അവസാനം റസൂൽ പറയുന്നു, സ്വഹാബത്ത് ഇനി നമ്മൾ കണ്ടില്ല എന്ന് വരാമെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ സങ്കടം അധികരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് സ്വഹാബാക്കൾ കൊണ്ടുപോയി കിടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളാണ്. സ്വഹാബാക്കളെ പൊട്ടിക്കരഞ്ഞു പോയ ദിവസമാണ്. റബീഉൽ അവ്വൽ 10 ഒരു രാത്രി ഉണ്ടല്ലോ, ലോകത്തിന്റെ നേതാവിന് ഭക്ഷണം കഴിക്കാൻ തന്റെ വീട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരികയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, സങ്കടപ്പെട്ടു പോയില്ലേ? റസൂലുള്ളാഹിന്റെ വീട്ടില് ഭക്ഷണമില്ലല്ലോ. റസൂലുള്ളാഹിന്റെ പടയെങ്കി കൊണ്ടുപോയി ജൂതന്റെ കയ്യിൽ പണയം വെച്ച് കിട്ടിയ ഗോതമ്പാ. അള്ളാന്റെ റസൂല് വഫാത്താകുന്ന സന്ദർഭത്തില് അവിടുത്തെ കുടൽമാലയിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ആ റബീഉൽ അവ്വൽ 11 ഉണ്ടല്ലോ, 12ന്റെ തലേരാത്രി 11, അന്ന് പ്രവാചകന്റെ വീട്ടിലെ വെളിച്ചം കാണാൻ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല. അടുത്ത വീട്ടിൽ പോയി കടം വാങ്ങിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ വീട്ടിലെ വെളിച്ചം കത്തുന്നതെങ്കിൽ റോഡ് നീള മാലമഴകളായി, തോരണങ്ങളായി, ട്യൂബ് ലൈറ്റുകളായി കൊണ്ട് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഉമ്മത്തെ പഠിച്ചോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തില് ഒരു വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ പ്രയാസപ്പെടുകയാണ്. പിന്നീട് അവിടെ നിന്ന് റബീഉൽ അവ്വൽ 12ന്റെ ദിവസമുണ്ടല്ലോ, അതിന്റെ രാവിലത്തെ സുബഹിന്റെ ജമാഅത്തിന്റെ സമയം സ്വഹാബാക്കൾ നമസ്കരിക്കുന്ന വേണ്ടി നിൽക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ വീട്ടിൽ നിന്ന് നോക്കിക്കാണുകയാണ്. റസൂലുള്ള തന്നെ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് അള്ളാന്റെ റസൂലിന് രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവര് പോവുകയാണ്. എന്നാലും നിന്റെ ലുഹാ സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അതാ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗമാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിലെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ലാത്ത സമയമാണ്. റൂഹ് പിടിക്കാനായി ഒരുങ്ങുന്ന രംഗത്തില് ഈ സമയത്തതാ പ്രവാചകന്റെ വീട്ടിലേക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാക്കിലേക്ക് റസൂലുള്ളാഹി ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് തേച്ച് കൊടുക്കുമ്പോ എന്നിട്ട് പറഞ്ഞില്ലേ, അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, അറബി ഖുത്ബയിലെ മർമ്മഭാഗമാണ്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും വലിക്കുകയും ചെയ്യുകയാണ്. നെറ്റിത്തടം വല്ലാതെ വീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, അള്ളാന്റെ പ്രവാചകരോട് പറഞ്ഞില്ലേ, വാ കർബാബാ, വാ കർബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്. റസൂലുള്ളാഹിന്റെ കരളല്ലേ ഫാത്തിമ, കിതാതു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞു. അതേ ഫാത്തിമ ബി പറയുന്നു, വാ കർബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. റസൂലുള്ളാഹി പറയുന്ന, മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോള്. റസൂലുള്ളാഹിന്റെ നാവിലൂടെ ദിക്ർ വീഴുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആയിഷ ബീവി ചോദിച്ചില്ല, നബിയേ അങ്ങേക്ക് വേദനയുണ്ടോ റസൂലേ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവിയോട് റസൂൽ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. ഇതുകൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരുകയാണ്. ഉന്നതരായ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹിന്റെ കൈകൾ താഴോട്ട് വീഴുകയാണ്. വിട പറഞ്ഞു പോയി ഈ ലോകത്തോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുമ്പോ മുഖത്തിതാ കണ്ണുനീരൊലിച്ച റസൂലുള്ളാഹിന്റെ കവളത്ത് വന്ന് വീഴുമ്പോ അത് തുടച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കാ. ഊരിപ്പിടിച്ച വാളുമായി തലയറുക്കും അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായെന്ന് പറയുന്നവന്റെ ആരാ ഉമർ എന്നറിയോ? കിസ്റാപ്പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്രീമു കൗകിസ് കേട്ടുടഞ്ഞിട്ടുന്നതാ, അവരാണ് അമീർ മുഅ്മിനീൻ ഉമറല്ലോ. കിസ്റാ കൈസർ ചക്രവർത്തിമാരുടെ മുട്ടിടിക്കുന്ന ഭരണാധികാരി ഉണ്ടെങ്കിലോ സാക്ഷാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവർ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുമ്പോ ആ കൈ തടന്ന് വാള് താഴെ വീണു പോയി. ഒരു കൊച്ചുകുട്ടിയെ പോലെ അബൂബക്കറിന്റെ ഷോൾഡറിലേക്ക് വന്ന് വീഴുമ്പോ സ്വഹാബാക്കൾ മുഴുവനും പൊട്ടിക്കരഞ്ഞ ദിവസമുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തില് ഏറ്റവും വലിയ നൊമ്പരം അനുഭവിച്ച റബീഉൽ അവ്വൽ 12ന്റെ ദുഹാ സമയമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, റോഡ് മുഴുവൻ മധുര പലഹാരങ്ങളായി, മുദ്രാവാക്യങ്ങളായി, പാട്ടുകളായി, പായസങ്ങളായി, റോഡ് മുഴുവൻ നീ പുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോ അള്ളാന്റെ ഹബീബിനെ മറന്നുപോയോ? അള്ളാന്റെ ഹബീബിന്റെ നൊമ്പരത്തെ നീ മറന്നുപോയോ? അള്ളാന്റെ ഹബീബിനോട് എവിടെയാ നിനക്ക് മഹബത്തുണ്ടായതോ? എവിടെയാ അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടായതോ? സ്വഹാബാക്കളുടെ മാനസികാവസ്ഥ അറിയോ നിങ്ങൾക്ക്? അന്ന് പ്രവാചകന്റെ കൂടെ 10 കൊല്ലക്കാലം സേവനം അനുഷ്ഠിച്ചിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ മറമാടിയിട്ട് തിരിച്ചു വരുമ്പോ അവിടുന്ന് ഫാത്തിമ ബീവി ചോദിച്ചു, അനസേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദേഹത്തിൽ മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അനസേ? ഈ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങളുടെ മനസ്സ് വെറുക്കുകയായിരുന്നു, ഞങ്ങളുടെ കൈകൾ വിറച്ചു പോവുകയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ സ്വഹാബത്ത് സങ്കടപ്പെട്ടു പോയ ദിവസമാണെങ്കിലോ എങ്ങനെ കഴിയും പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് ആഘോഷിക്കാൻ?